നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ക്രിസ്മസ് അവധിക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. എന്നാൽ യു എസിലൊക്കെ എല്ലാം തന്നെ വീണ്ടും ന്യൂ ഇയറിൻ്റെ അവധിയും അതിൻ്റെ ഒരു ആഘോഷങ്ങളൊക്കെയാണ്. പൊതുവേ വോളിയം കുറവായിരിക്കും. ഈ ഒരു ആഴ്ചയിൽ ആദ്യമായിട്ട് നമുക്ക് പ്രധാന ഈവൻറ്റുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇന്ന് വരുന്നുണ്ട് 4 PM. യു എസിലെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ട്യൂസ്ഡേ നാളെ യു എസിൽ നിന്ന് HPI കോമ്പോസിറ്റ് ഡേറ്റ വരുന്നുണ്ട്. വെനസ്ഡേ ഇന്ത്യയിൽ നിന്ന് RBI മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ, യു എസിൽ നിന്ന് FOMCയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് വരുന്നുണ്ട്. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വരുന്നുണ്ട്. തേഴ്സ്ഡേ ഇന്ത്യയിൽ നിന്ന് വേറെ ഡേറ്റ ഇല്ല. യു എസിൽ നിന്ന് CATF ക്രൂഡ് ഓയിൽ സ്പെക്കുലേറ്റീവ് നെറ്റ് പൊസിഷൻ ഡേറ്റ വരുന്നുണ്ട്. ഫ്രൈഡേ ഇന്ത്യയിൽ നിന്ന് ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ വരുന്നുണ്ട്. യു എസിൽ നിന്ന് ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ യു എസിൽ നിന്നും വരുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റി 26,092, നമുക്കുണ്ടായിരുന്നത് 26,060. ഫ്ലാറ്റ് ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്യാം. ഡോയ് ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ബിറ്റ്കോയിൻ 87,000, ബ്രന്റ് ഓയിൽ 60, ഗോൾഡ് $4,500 എത്തിയതിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ പൊതുവേ ഫ്ലാറ്റായ പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനും തന്നെ കാണുന്നില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരാഴ്ച പൊതുവേ വോളിയം കുറഞ്ഞ് ഇനിയിപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ ഒരു മാർക്കറ്റ് അടുത്തൊരു വർഷത്തിലേക്കുള്ള ആളുകളുടെ പുതിയ ട്രേഡിംഗ് രീതികളെല്ലാം തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകുകയാണെങ്കിൽ സോളാർ വേൾഡ് കമ്പനി അവർക്കൊരു 725 കോടി രൂപയുടെ ഒരു EPC കോൺട്രാക്റ്റ് NTPC റിന്യൂവബിൾ എനർജിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ടൈമെക്സ് ഗ്രൂപ്പ് ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 4.47 സ്റ്റേക്ക് ടൈമെക്സ് ഗ്രൂപ്പിൻ്റെ സെല്ല് ചെയ്ത് മാറുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. വിക്രാൻ എൻജിനീയറിംഗ് കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ 45 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു സോളാർ പവർ പ്രൊജക്റ്റ് മധ്യപ്രദേശിൽ നിന്ന് ലഭിച്ചു. NBCC 21 ഏക്കർ ലാൻഡാണ് ഇവരുടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാനായിട്ട് കമ്പനി ആലോചിക്കുന്നത്. 8,500 കോടി രൂപയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ഇവരൊരു പുതിയ ഗ്യാസ് ക്യാരേജ് സെല്ല് ചെയ്തിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സീകൾ ഇന്ത്യ കമ്പനി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് പുതിയ ഓർഡർ ലഭിച്ചു. SSWL കമ്പനി ഇവർക്കും ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി വർദ്ധിപ്പിക്കുകയാണ്. പാർക്ക് മെഡിവേൾഡ് കമ്പനി ഇവരുടെ ഹോസ്പിറ്റൽ കപ്പാസിറ്റി ഇവർ വർദ്ധിപ്പിക്കുകയാണെന്നുള്ള ന്യൂസാണ് നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത്. പൊതുവെ ന്യൂസുകൾ വളരെ കുറച്ചാണ് ഇന്ന് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഈവൻറ്റുകളെല്ലാം തന്നെ ഈ ക്രിസ്മസ് അവധിക്കാലത്ത് വളരെ കുറവായത് കാരണം. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റിൽ എത്താം. താങ്ക് യു.